നമസ്കാരം. കേരളത്തിൽ താമര വിരിയുമോ? എല്ലാവരുടെയും ചോദ്യം ഇനിയുള്ള മണിക്കൂറുകളിൽ ഇതായിരിക്കും. ഈ തിരഞ്ഞെടുപ്പ് BJPക്ക് നിർണായകമായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത്തവണ താമര വിരിയും എന്ന് പുറത്തുവരുന്നു. നിലംപൊത്തി വീഴുന്ന ഇടതുപക്ഷത്തിനെയാണ് കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ വന്നതിന് ശേഷം നമ്മൾ കണ്ടത്. ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ വെറും 4 സീറ്റ് പോലും ഉറപ്പില്ലാതെയാണ് ഇത്തവണ ഇടതുമുന്നണി ഇലക്ഷൻ കഴിഞ്ഞ് കളം വിടുന്നത്. BJP അക്കൗണ്ട് തുറക്കുമെന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത നേതാക്കൾ എക്സിറ്റ് പോൾ വന്നതിന് ശേഷം മാളത്തിൽ പോയി ഒളിക്കുകയാണ്. കേരളത്തിൽ BJPക്ക് 3 സീറ്റ് മാത്രം പറഞ്ഞ പ്രതിപക്ഷങ്ങൾ BJPക്ക് 4 സീറ്റ് വരെ കിട്ടും എന്ന പ്രവചനങ്ങൾ പോലും ഇപ്പോൾ ഉണ്ടാവുകയാണ്. ആകെ പുറത്തുവന്ന 9 എക്സിറ്റ് പോൾ ഫലങ്ങളിൽ 4 എണ്ണവും സംസ്ഥാനത്ത് 4 വരെ സീറ്റുകൾ BJP നേടുമെന്ന് പ്രവചിച്ചു കഴിഞ്ഞു. അതിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനും തൃശൂരിൽ സുരേഷ് ഗോപിക്കും വലിയ രീതിയിലുള്ള വിജയം പ്രവചിച്ചു കഴിഞ്ഞു. പിന്നീട് കേരളത്തിൽ BJPയുടെ 3ഉം 4ഉം സീറ്റ് എവിടെയെന്ന വലിയ ചോദ്യമാണ് ഉയരുന്നത്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനും ആറ്റിങ്ങലിൽ V മുരളീധരനും വിജയസാധ്യത കാണുന്ന മണ്ഡലങ്ങളാണ്. MT രമേശും ചെറിയ ഓളമല്ല ഉണ്ടാക്കിയത്. 2014 ഗുജറാത്തും ഹിന്ദി ഹൃദയഭൂമിയും ഒന്നടക്കം കാവി പുതയ്ക്കുമെന്ന പ്രവചനം ഉണ്ടായതുപോലെ തന്നെ ഇക്കുറി കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിലും കാവിക്കൊടി പാറിപ്പാറിക്കും BJP എന്ന് വ്യക്തമാവുകയാണ്. സംസ്ഥാനത്ത് BJP അക്കൗണ്ട് തുറക്കുമെന്ന് മാത്രമല്ല 4 സീറ്റുകൾ വരെ നേടുമെന്ന് ഒട്ടുമിക്ക സർവേകളും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ ദക്ഷിണേന്ത്യയെയും പൂർണ്ണമായും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിഞ്ഞുവെന്ന പ്രതീക്ഷ തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ടാകുന്നത്. ആറ്റിങ്ങൽ, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ മണ്ഡലങ്ങളിൽ ഒന്നായിരിക്കും 4ാമത്തെ സീറ്റ് എന്നാണ് വിവിധ സർവേകൾ സൂചിപ്പിക്കുന്നത്. കേന്ദ്രമന്ത്രി V മുരളീധരൻ മത്സരിക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിലാകും BJP 3ാം ജയം കുറിക്കാൻ കൂടുതൽ സാധ്യതയെന്നും പ്രവചനങ്ങൾ പറയുന്നു. കേന്ദ്രമന്ത്രിയും സിറ്റിംഗ് MPയും സിറ്റിംഗ് MLAയും തമ്മിൽ നടന്ന ത്രികോണ പോരാട്ടത്തിൽ UDFന്റെ അടൂർ പ്രകാശും CPMന്റെ V ജോയിയുമായിരുന്നു മുരളീധരന്റെ എതിരാളികൾ. ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലത്തിൽ വോട്ട് ബാങ്കുകളിൽ കൃത്യമായ അടിയൊഴുക്ക് ഉണ്ടായിട്ടുള്ളതായി തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിലയിരുത്തലുകളിൽ പറയുന്നു. ജനങ്ങളുടെ വിധിയെഴുത്തിന് ശേഷം നടന്ന BJPയുടെ അവലോകന യോഗത്തിൽ പോലും പാർട്ടി വോട്ടുകളിൽ ഗണ്യമായ ചോർച്ച വന്നേക്കുമെന്ന വിലയിരുത്തലുകളിലാണ് ഉണ്ടായതെന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു. ജാതി സാമുദായിക വോട്ടുകളും കൃത്യമായി ഏകീകരിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ശബരിമല വിഷയം കത്തിനിന്ന 2019 BJP ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ചത്. സംസ്ഥാന നേതൃത്വത്തിലെ ശ്രദ്ധേയ മുഖവും ശബരിമല പ്രക്ഷോഭങ്ങളിൽ മുന്നിൽ നിന്നയാളുമായ ശോഭാ സുരേന്ദ്രനെയാണ് ആ തവണ ആറ്റിങ്ങലിൽ അവർ സ്ഥാനാർത്ഥിയാക്കിയത്. മണ്ഡലങ്ങളിൽ 14.7% വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച ശ്രദ്ധേയ പോരാട്ടം കാഴ്ചവെച്ച ശോഭ 2,48,081 വോട്ടുകളാണ് നേടിയത്. ആറ്റിങ്ങലിൽ അട്ടിമറി നടക്കില്ലെങ്കിൽ BJPക്ക് വിജയസാധ്യത പ്രവചിക്കുന്ന 3ാം മണ്ഡലം ഏതാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്. കണക്കുകൂട്ടലുകൾക്കൊടുവിൽ അവർ വിരൽ ചൂണ്ടുന്നത് ജാതി സമവാക്യങ്ങൾ നിർണായകമായേക്കാവുന്ന പത്തനംതിട്ടയിലേക്കാണ്. രൂപീകൃതമായ കാലം തൊട്ട് കോൺഗ്രസിന്റെയും UDFന്റെയും ഉരുക്കുകോട്ടയായ പത്തനംതിട്ടയ്ക്ക് ഇതുവരെ ഒരൊറ്റ MP മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആന്റണിയാണ്. പക്ഷേ ഇത്തവണ അത് തിരിഞ്ഞേക്കാമെന്നും പ്രവചനങ്ങളുണ്ട്. ആന്റോയെ മലർത്തിയടിച്ച് മണ്ഡലം പിടിക്കാൻ CPM കളത്തിലിറക്കിയത് സാക്ഷാൽ TM തോമസ് ഐസക്കിനെയായിരുന്നു. പക്ഷേ മസാല ബോണ്ട് കേസ് പിടിമുറുക്കിയ തോമസിനെ പത്തനംതിട്ട നേരത്തെ തന്നെ കൈവിട്ടു. CPM തോൽക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ BJPക്ക് വലിയ രീതിയിലുള്ള വോട്ട് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാം. രാജ്യം BJPയുടെ കൈക്കുള്ളിലാകുമ്പോൾ കേരളം അത്ര വിദൂരമാകില്ല. ഇനി അത്ര പെട്ടെന്നല്ലെങ്കിലും BJP കേരളത്തിൽ ഈ തിരഞ്ഞെടുപ്പോടെ വലിയ രീതിയിലുള്ള വേരോട്ടം ഉണ്ടാക്കുമെന്ന് തന്നെ ഇതിലൂടെ മനസ്സിലാക്കുകയാണ്.